കുഞ്ഞു തൊട്ടിലിൽ നീലവാനിലെ നിലാവിൻ തോപ്പിലെ മണിക്കതിർക്കിനാവ് കണ്ടുവോ നിനക്കെന്താ ഇവിടെ കാര്യം? അപ്പുറത്ത് പോ. കുട്ടികൾ ഭാരിച്ച കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണ്ട. അതിനോട് കുട്ടികളാരുമില്ലല്ലോ. ഇതുപോലെ പല തീരുമാനങ്ങളും മുമ്പും അമ്മ എടുത്തിരുന്നു. അമ്മ പറഞ്ഞ പോലെ അന്ന് ഞാൻ കുട്ടിയായിരുന്നിരിക്കാം. പക്ഷേ പ്രായപൂർത്തിയായ ഒരാളെന്ന നിലയ്ക്ക് ഈ കുടുംബത്തിൽ അമ്മ എടുക്കുന്ന തീരുമാനത്തെ കുറിച്ചറിയാൻ എനിക്ക് അവകാശമുണ്ട്. അമ്മയുടെ തണലിൽ നിന്ന് പുറം ലോകം കണ്ടിട്ട് അധികം നാളായില്ലല്ലോടാ. അതിനു മുമ്പ് തുടങ്ങിയോ എന്നെ ധിക്കരിക്കാൻ? ദേ, നിന്റെ അഭിപ്രായം ചോദിക്കേണ്ട സമയം വരുമ്പോ ഞാൻ അറിയിക്കാം. തൽക്കാലം എന്റെ മോൻ പോകാൻ നോക്ക്. അങ്ങനെ തന്നെ പറഞ്ഞുവിടാൻ വരട്ടെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കൂതിപ്പെരിപ്പിച്ച് ശശിയുടെ ജീവിതം നശിപ്പിക്കാനുള്ള അമ്മയുടെ പുറപ്പാടുണ്ടല്ലോ, അതിന് കൂട്ടുക ഞാൻ തയ്യാറല്ല. സേതു, ഒച്ചയെടുത്തും ഭീഷണിപ്പെടുത്തിയും മറ്റുള്ളവരെ അടക്കി നിർത്തിയതുപോലെ എന്നോട് വേണ്ട. എന്തിനമ്മ ഇതൊക്കെ? അമ്മയുടെ തെറ്റായ തീരുമാനങ്ങൾക്ക് മുമ്പിൽ ഒരക്ഷരം എതിർ പറയാതെ എല്ലാം സഹിച്ച് ജീവിതം തകർന്നു പോയ 2 പേരുണ്ട് ഇവിടെ. ആ വേദന ഞാൻ കാണുന്നതാ. ഇനി ഒരിക്കലും ഈ വീട്ടില് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയ്ക്കിനി തൃപ്തിയായിട്ടില്ലല്ലേ? ഈ പാപങ്ങളൊക്കെ അമ്മ എവിടെ കൊണ്ടുപോയി തീർക്കും? കൊള്ളാം. മെഡിക്കൽ കോഴ്സിന് സാഹിത്യം പഠിപ്പിക്കുന്നുണ്ടോ? നന്നായി സംസാരിക്കുന്നുണ്ട്. എന്റെ മോൻ ഇത്രയ്ക്കങ്ങ് വളർന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ പഠിച്ചതൊന്നും എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഇവിടെ എന്തു വേണമെന്ന് എനിക്കറിയാം. അറിയില്ല. മനസ്സിൽ തന്നിഷ്ടവും അഹങ്കാരം കൊണ്ട് നടക്കുന്ന അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പക്ഷെ ആ കാരണം കൊണ്ട് ഇനിയൊരു പെണ്ണിന്റെ കണ്ണീര് കൂടി ഈ വീട്ടിൽ വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല. ശശിയേട്ടനിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി ധൈര്യം പ്രതീക്ഷിച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, മുരളിയേട്ടനേക്കാൾ ഭീരുവാണ് നിങ്ങളെന്ന്. അറിഞ്ഞുകൊണ്ട് ഏട്ടനും കൂടി ചതിക്ക് കൂട്ടുകരുത്. എന്താണ് നീ പറഞ്ഞത്? ഞാൻ ഇവരെ ചതിക്കുകയാണെന്നോ? ചതിച്ചതാരാണെന്ന് ചോദിച്ചു നോക്ക് നിന്റെ ഏട്ടനോട്. തൊട്ടുപോകരുത് തന്നെ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നേ. ഈ വീട്ടിൽ ഇന്ന് വരെ നടന്ന എല്ലാത്തിനും കാരണം അമ്മ ഒരുത്തിയ. എണ്ണി തെളിയിച്ചു തരാൻ ഞാൻ. എന്താ സേതുമോനെ ഇങ്ങനെയൊക്കെ? അമ്മയോടിങ്ങനെ മിണ്ടിപ്പോകരുത്. 3 നേരം മൂക്കുമുട്ട ഉണ്ണാനും കിടക്കാനൊരിടത്തിനു വേണ്ടി മാത്രമാണ് വകയിലെ ബന്ധുത്വം പറഞ്ഞിവിടെ കൂടിയിരിക്കുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കും. അല്ലാതെ കൊതിയും നുണയും പറഞ്ഞ് തമ്മിലടിപ്പിച്ച് ഇവിടെയുള്ളവരെ തകർച്ച കാണാനുള്ള ഉദ്ദേശമെങ്കിൽ അമ്മാവൻ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. പറഞ്ഞേക്കാം. മുരളിയേട്ടൻ കേട്ടോ? താഴെ നമ്മുടെ വീട്ടിലൊരു ആണിന്റെ ശബ്ദം. തരം താഴ്ത്താൻ പറഞ്ഞതല്ല, സത്യം. 4-5 വർഷമായി ഞാനും മുരളിയേട്ടനൊക്കെ കണ്ടറിഞ്ഞ സത്യം. ദേവമംഗലം ഗായത്രി ദേവിയുടെ ശബ്ദത്തിനു മീതെ മറ്റൊരു ശബ്ദം. അതും സ്വന്തം ചോരയെന്ന്. സുന്ദരം, അതിസുന്ദരം. നേരിട്ട് കണ്ടില്ലെങ്കിലും ആ സീൻ ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കി. സേതു കലക്കി മുരളിയേട്ട. അവന്റെ ധൈര്യം കണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്. പക്ഷേ അടുത്തത് ഈ ഒരു സംഭവത്തിന്റെ അനന്തരഫലം സേതുവിന്റെ പഠിത്തം മുടക്കലായിരിക്കും, ഇല്ലേ? അതും ചെയ്യാൻ മടിക്കാത്തൊരമ്മയാ ഗായത്രി ദേവി. ഇല്ല, നടക്കില്ല. അവരെ എതിർക്കാനുള്ള ശക്തി സേതുവിന് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് രക്ഷപ്പെടാനുള്ള ശക്തിയും അവ സംഘടിപ്പിക്കും. മുരളിയേട്ടൻ കണ്ടോ? ഈ വീട്ടിലൊരു ശുദ്ധികലശം നടക്കണം. നടന്നേ തീരൂ. എങ്കിലേ വിഡ്ഢികളായ ഉഷയ്ക്ക് ശ്യാമയ്ക്കും മോചനം ഉണ്ടാവും. എന്റെ കാര്യം പോട്ടെ, വേലയും കൂലിയില്ലാത്ത ഒരുത്തി, ഒരു പാഴ് വസ്തു. ശ്യാമയോ? അവളിങ്ങനെ സഹിക്കണോ മുരളിയേട്ട? ഇതിനൊരവസാനം ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. കുടുംബിനി പരമ്പര ഇടവേളയ്ക്ക് ശേഷം തുടരും.
കുടുംബിനി പരമ്പര തുടരുന്നു. നീ എങ്ങോട്ടാ? ഞാൻ പോവുക ചേച്ചി. സേതു പറഞ്ഞൊക്കെ ചേച്ചിയും കേട്ടല്ലോ. ആരോരും ഇല്ലാത്തവനാ ഞാൻ. പക്ഷെ ഇന്ന് വരെ ആരും ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞത് നീ കാര്യമായിട്ട് എടുക്കണ്ട. പ്രായത്തിന്റെ ചോരത്തിളപ്പ് തീർക്കുന്നുണ്ട് ഞാൻ. ചേച്ചി നിർബന്ധിക്കരുത്. ഉണ്ണാനും ഉടുക്കാനും വകയില്ലാത്തതുകൊണ്ടല്ല. സ്വന്തം കൂടപ്പുറപ്പായിട്ടേ ഞാൻ ചേച്ചിയെ കരുതിയിട്ടുള്ളൂ. എന്താ അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞോ? ചേച്ചിയുടെ മനസ്സെനിക്കറിയാം. പക്ഷെ ഇവിടെ ഉള്ളവരുടെയൊക്കെ കണ്ണില് ഞാൻ ഏഷ്യക്കാരനല്ലേ. ഈ കുടുംബത്തിനും ചേച്ചിക്കും എന്നും നല്ലത് വരുത്തണമെന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ആ എന്നെക്കുറിച്ച് വേണ്ട ചേച്ചി. ഇന്നിങ്ങനെ പറഞ്ഞവര് നാളെ എന്ത് ചെയ്യാനും മടിക്കില്ല. ആട്ടും തുപ്പും സഹിച്ചിവിടെ കഴിയുന്നതിലും ഭേദം വല്ല ക്ഷേത്രനടയിലും പോയി ഭജനവിരിക്കുക. ചേച്ചി തടയരുത്. ഇനിയുള്ള കാലം കുട്ടികൃഷ്ണൻ അങ്ങനെ കഴിഞ്ഞോളാം. എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുകയാണല്ലേ. ആദ്യം എന്റെ മക്കൾ, ഇപ്പൊ നീയും. എന്റെ നിഴല് പോലെ എന്നും കൂടെ കാണുമെന്ന് കരുതിയതാ. സാരല്ല, പൊയ്ക്കും. ഇനി അങ്ങോട്ട് തോൽക്കാനാവും വിധി. അന്തകനായിട്ട് ഒരുത്തം പിറന്നു കഴിഞ്ഞല്ലോ. ഈ സങ്കടം കാണുമ്പോ ചേച്ചി തനിച്ചാക്കിയിട്ട് പോവാനും മനസ്സ് വരുന്നില്ലോ ഭഗവതി. ചേച്ചി പറ, ഞാനെന്ത് വേണം? എന്റെ കൂടെ ഉണ്ടാവണം. എന്തിനും. നിനക്കെതിരെ ഈ വീട്ടിൽ ആരും ഒരു ചെറുവിരല് പോലും അനക്കില്ല. ഗായത്രി പറയുന്നേ. മതി, ഈ ഉറപ്പ് മതി എനിക്ക്. ദേ, ഇനി തല വെട്ടിയിട്ടാലും കുട്ടികൃഷ്ണൻ ഇനി എങ്ങോട്ടുമില്ല. ഞാൻ പോവാണ് ശ്യാമടത്തി. സേതു, എന്തിനാ സേതു നീ എനിക്ക് വേണ്ടി അമ്മയേട്ടനെയൊക്കെ വെറുപ്പിക്കാൻ പോയത്? വേണ്ടിയിരുന്നില്ല മോനെ. ഏട്ടത്തിക്ക് വേണ്ടി മാത്രമല്ലേ സംസാരിച്ചത്. ഇവിടെ വീർപ്പ് മുട്ടി കഴിയുന്ന എല്ലാവർക്കും വേണ്ടിയാ. പെട്ടെന്നൊരു അവധി കിട്ടിയപ്പോ ഇത്തിരി സന്തോഷത്തിൽ ഓടിയെത്തിയതാ ഞാൻ. പക്ഷെ ഇപ്പൊ തോന്നുന്നു വരണ്ടായിരുന്നു എന്ന്. ഏട്ടത്തിയോട് ഒരു കാര്യം പറയട്ടെ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നാലും അമ്മൂനെ വിട്ടുകൊടുക്കരുത്. ശശിയേട്ടൻ എത്ര നിർബന്ധിച്ചാലും. അവധി തീരുന്നതിന് മുമ്പ് ഞാൻ മടങ്ങിപ്പോകുന്നത് അമ്മയെ പേടിച്ചിട്ടല്ല. ഞാൻ വരും. തൽക്കാലം ഒഴിഞ്ഞു മറന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ. ഒന്നും വേണ്ട സേതു. ഏട്ടത്തിയുടെ തലയിലെടുത്ത് പെട്ടെന്നൊന്ന് മാറി. ഇനിയിപ്പോ ആര് ശ്രമിച്ചാലും അത് മാറ്റി എഴുതാൻ പറ്റില്ല എന്നൊരു തോന്നല എനിക്ക്. അനുഭവിക്കാം, ഒക്കെ അനുഭവിക്കാം. എടത്തി, എടത്തി, യാത്രയല്ലേ. അരക്കില്ലത്തുനിന്ന് തനിയോടി രക്ഷപ്പെടുന്നു. പൊയ്ക്കോ, പോയി രക്ഷപ്പെട്. ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുള്ളൂ. ഇവിടെ മറ്റൊരു ഉഷ കൂടി ഉണ്ടാകാൻ പോകുന്നു. ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാൻ. എന്റെ അവസ്ഥ ശത്രുക്കൾക്ക് പോലും ഉണ്ടാവരുതെന്ന് നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. പക്ഷെ കണ്ടില്ലേ, കൺമുമ്പിൽ തന്നെ വീണ്ടും. ഇല്ല എടത്തി, സേതു ജീവിച്ചിരിക്കുമ്പോ ഇനി ഒരു തവണ കൂടി അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിന് സമ്മതിക്കില്ല ഞാൻ. നിന്നെ എനിക്ക് വിശ്വാസം. പക്ഷെ നിനക്കതിനൊക്കെ കഴിയണമെങ്കിൽ ഒരുപാട് നേടാനുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയാണ് ആദ്യം വേണ്ടത്. തൽക്കാലം ഇതൊക്കെ മറക്കണം. നീ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന 2 ഏട്ടത്തിമാരുണ്ട് ഇവിടെ. ആ ബോധം
എപ്പോഴും മനസ്സിൽ വേണം. എന്നാ വയ്ക്കോ. മുരളിയേട്ടൻ പോയി. ഇപ്പൊ അങ്ങനെയാ. നേരം പുലർന്ന എണീറ്റ് സ്ഥലം വിടും. ഞാൻ വിലക്കാറില്ല. ഒരാൾക്കെങ്കിലും കുറച്ചു നേരത്തേക്ക് ആശ്വാസം കിട്ടുമല്ലോ. എന്നെ ഒന്ന് കാണാൻ പോലും ഉഷിച്ച് വരുന്നില്ല. വെറുപ്പോ അതോ ദാ, കഴി- എക്സ്ക്യൂസ് മീ, നന്ദൻ സാറല്ലേ? അതെ, ഞാൻ മാർട്ടിൻ. ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നേരിട്ട് ആദ്യമാണെങ്കിലും പറഞ്ഞാൽ ഒരുപക്ഷെ സാറിന് എന്നെ പെട്ടെന്ന് മനസ്സിലായേക്കും. ഞാൻ ഡോക്ടർ എലിസബത്തിന്റെ ബ്രദറാ. മകന്റെ കാര്യത്തിൽ സംഭവിച്ചതൊക്കെ എനിക്കറിയാം സർ. അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ഞാനൊരു അവസരം നോക്കി നടക്കുമായിരുന്നു. നോ, എനിക്കൊന്നും സംസാരിക്കണ്ട. ലീവ് മീ പ്ലീസ്. സാറിനെ സഹായിക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വേണ്ടി കുറച്ച് സമയം അനുവദിച്ചൂടെ? അതുകൊണ്ട് സാറിന് നഷ്ടമുണ്ടാവില്ല, ഉപകാരമേ ഉണ്ടാവൂ. ഇപ്പൊ വേണ്ട, പക്ഷേ അധികം വൈകാനും പാടില്ല. വിരോധമില്ലെങ്കിൽ രാത്രി ഞാൻ വീട്ടിൽ വരാം. പക്ഷേ രാത്രി 10 മണിക്ക് ശേഷം മതി. ഓക്കെ സർ. കുടുംബിനി പരമ്പര ഇടവേളയ്ക്ക് ശേഷം തുടരും. കുടുംബിനി പരമ്പര തുടരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും എനിക്ക് സമയം തരുമെന്നറിയാം. ഡോക്ടർ എലിസബത്ത് എന്ന പേര് സാറിനത്ര പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. ലുക്ക് മിസ്റ്റർ മാർട്ടിൻ, നീണ്ട മുഖവരിയൊന്നും കേൾക്കാനുള്ള സമയം എനിക്കില്ല, ക്ഷമയും. സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താ മാർട്ടിന് പറയാനുള്ളത്? സോറി, സാറിന്റെ തിരക്കുകളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നൊന്നും ധൃതി പിടിച്ച മനസ്സോടെ കേൾക്കാനുള്ളവയല്ല. എന്നാലും വന്ന സ്ഥിതിക്ക് ഞാൻ പറയാം. ഒരുപക്ഷെ ഇത്തരമൊരു സിറ്റുവേഷനിൽ നമുക്കിനി കാണാൻ പറ്റിയില്ലെങ്കിലോ? സാറിന്റെ വീട്ടിൽ വളരുന്ന കുട്ടിയെ അതിന്റെ യഥാർത്ഥ അവകാശമെന്ന് ചോദിച്ചാൽ വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? നോ, അങ്ങനൊരു അവകാശം എൻ്റെ മോനില്ല. അഥവാ ഇനി ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അതിന് ഞാൻ തയ്യാറല്ല. അത് സാറിന്റെ വിശ്വാസം. പക്ഷേ
എന്ത് വില കൊടുത്തും കുട്ടിയെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന അത്ര മോശമല്ലാത്ത ഒരു പ്രതിയോഗിയുണ്ട്. അങ്ങനെ ഒരാൾ മുന്നിലുള്ളപ്പോൾ വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? ഉത്തരം പറയാൻ സാറിന് രണ്ടാമതൊന്നുകൂടി ആലോചിക്കേണ്ടി വരുന്നു അല്ലേ? അവിടെയാണ് നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ പറഞ്ഞത്. എങ്ങനെ? ഡോക്ടർ എലിസബത്ത് എന്റെ സഹോദരിയാണെന്നറിയാലോ. ഞാനൊഴികെ മറ്റാർക്കും എലിസബത്തിൽ അത്ര പെട്ടെന്ന് സ്വാധീനം ചെലുത്താനാവില്ല. ആ ഉറപ്പിന്മേൽ പറയുന്നു, എലിസബത്ത് കാരണം നിങ്ങൾക്കൊരിക്കലും കുട്ടിയെ നഷ്ടപ്പെടില്ല. ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷെ ഒന്ന് ചോദിക്കട്ടെ, ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഇതിനെ എന്നെ സഹായിക്കുന്നേ? ജസ്റ്റ് ഫോർ മണി. അല്ലെങ്കിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത രണ്ടുപേരുടെ കാര്യത്തിൽ എന്തിനിത്ര താല്പര്യം കാണിക്കണം? ഞാൻ ആവശ്യപ്പെടുന്ന കാശ് തന്നാൽ കോടതിയിൽ എലിസബത്ത് നിഷേധിക്കും. എത്രയാണ് നിങ്ങളുടെ ഡിമാൻഡ്? 50,000. കൊള്ളാം. 50,000 രൂപയാണ് സ്വന്തം സഹോദരിയുടെ നാവിന് നിങ്ങളിട്ടിരിക്കുന്ന വില. അർഹതയില്ലാത്ത ഒരു അനുകൂല വിധി സ്വന്തമാക്കണമെങ്കിൽ കെട്ടേണ്ടടുത്തെല്ലാം കെട്ടണം സാർ. സോറി, എനിക്ക് ഈ ഡീലിന് താല്പര്യമില്ല മാർട്ടിൻ. നമുക്ക് പിരിയാം. ജസ്റ്റ് 1 മിനിറ്റ് സാർ. എങ്കിൽ ഞാൻ ശശികുമാറിനെ അപ്രോച്ച് ചെയ്യുന്നതിൽ വിരോധമില്ലല്ലോ. തുക ഇത്തിരി കുറയ്ക്കേണ്ടി വരും. സത്യം അയാളുടെ ഭാഗത്തായതുകൊണ്ട്. എന്നാലും ഒന്നുമില്ലാത്തതിനേക്കാൾ ഭേദമല്ലേ? പക്ഷെ അപ്പോഴും സാറിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. താൻ പറഞ്ഞ തുക തന്നെ ഇതിലുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ. 6 മാസം കഴിഞ്ഞുള്ള ഡേറ്റാണ്. തൽക്കാലം അതുവരെ ഒന്നുകൂടെ സംഭവിക്കരുത്. ഇത്ര പെട്ടെന്ന് സാറൊരു തീരുമാനത്തിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. താൻ പറഞ്ഞത് മുഴുവൻ വിശ്വാസമായിട്ടല്ല ഇതിപ്പോ തരുന്നത്. എനിക്കെന്റെ ഭാര്യയുടെ ജീവനായി പോലത്. പറഞ്ഞതിന് വിപരീതമായ എന്തെങ്കിലും സംഭവിച്ചാൽ നന്ദകുമാർ ഇതിലും പെട്ടെന്നൊരു തീരുമാനമെടുക്കും തന്റെ കാര്യത്തിൽ. എന്നെ വിശ്വസിക്കാം. വെറും വാക്ക് പറയില്ല മാർട്ടിൻ. ഈ പ്രശ്നം കോടതിയിലെത്തിയാൽ അവിടെ ഡോക്ടർ എലിസബത്തിന്റെ മൊഴി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. വരൂ. ചേച്ചി ഇക്കാര്യത്തിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട. കോടതിയിൽ കണ്ണും പൂട്ടി ഇതങ്ങ് നിഷേധിച്ചേക്കുക. വേണ്ടി വന്നാൽ ഇങ്ങനൊരു കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ ശശികുമാർ ചേച്ചിയെ നിർബന്ധിച്ചെന്നും പറഞ്ഞേക്കുക. അതിന് വലിയൊരു തുക ഓഫർ ചെയ്തെന്നും തട്ടിയേക്ക്. ദേ, ചേച്ചിയുടെ പെർഫോമൻസ് പോലെ ഇരിക്കും കോടതിയിലെ കാര്യങ്ങൾ. മതി. ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചപ്പോ തൃപ്തിയായില്ലേ നിനക്ക്? ഇക്കാര്യത്തിൽ എന്റെ തീരുമാനം എന്തായിരിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുന്നല്ലേ? അതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? ചേച്ചി എന്ന് പറഞ്ഞ പോലെ ആൻസിമോക്ക് മമ്മി ഇല്ലാതാവും, അത്ര തന്നെ. പിന്നെ ഇതിന്റെ പേരിൽ ചേച്ചി അങ്ങനെ ഒരു സാഹസം കാണിച്ചാൽ ചേച്ചി തന്നെയാണ് കുറ്റക്കാരിയെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ഇനി നടക്കേണ്ടത് ഈ മനസാക്ഷി മണ്ണാങ്കട്ടയൊക്കെ കളയുക. എന്നിട്ട് നമ്മൾ അല്പം പ്രാക്ടിക്കലാവുക. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പ്രയോജനമുണ്ട്. ദേ, നന്ദകുമാറിന് ഞാൻ വാക്കു കൊടുത്തിട്ടാ വന്നിരിക്കുന്നത്. ചേച്ചിയെ കൊണ്ട് ഇതിന് സമ്മതിപ്പിക്കാവുന്നു. നിർത്ത്. എന്റെ പേര് നീ ആർക്കും വാക്കു കൊടുക്കണ്ട. കോടതി കയറാൻ ഞാൻ തയ്യാറാ. ഇനി ഒരിക്കൽ കൂടി മനസാക്ഷിയെ വഞ്ചിക്കാൻ എനിക്കാവില്ല. സംഭവിച്ചതെല്ലാം ഞാൻ കോടതിയെ ബോധിപ്പിക്കും. നോ, അതിന് ഞാൻ സമ്മതിക്കില്ല. ഇതുവരെ ഞാൻ സംസാരിച്ചത് ഒരു അനുജന്റെ സ്വാതന്ത്ര്യത്തോടെ. എന്നിട്ടും ചേച്ചി അനുസരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ എനിക്ക് എന്റേതായ വഴി നോക്കേണ്ടി വരും. എന്റെ ജീവിതം, കരിയർ, ഞാൻ ഇത്രയും നാൾ കൊണ്ട് സമ്പാദിച്ച ഗുഡ്വിൽ ഒക്കെ നശിച്ചില്ലേ? കുഞ്ഞു നെറ്റിയിൽ കുളിർക്കരങ്ങളാൽ തലോടി നിൽപ്പു ദേവദൂതികൾ.
കുടുംബിനി